ഒരു നല്ല സുഹൃത്ത് പെട്ടെന്നൊരു നാൾ നിങ്ങളോട് സംസാരിക്കാതെയാകുന്നു. നിങ്ങൾ അങ്ങോട്ട് മിണ്ടാൻ ശ്രമിക്കുന്നത് പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പെട്ടെന്നുള്ള അവരുടെ അകൽച്ചയ്ക്ക് നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാരണവും കണ്ടെത്താൻ കഴിയുന്നില്ലേ? എന്നാൽ അറിയുക, നിങ്ങളിൽ നിന്നും അവർ കണ്ടെത്തിയ ഒരു കാരണമുണ്ട്. അതാണ് അവർ നിങ്ങളോട് അകലുന്നതിൻ്റെ കാരണവും. എത്ര സ്നേഹിതരാണെങ്കിൽ കൂടി ചില ആളുകൾക്ക് ഒപ്പമുള്ളവർ ജീവിതത്തിൽ സന്തോഷിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. തങ്ങൾക്ക് ലഭിക്കാത്തതും ആസ്വദിക്കാൻ കഴിയാത്തതും അവരും ആസ്വദിക്കരുത് എന്നാണ് ഈ കൂട്ടർ ചിന്തിക്കുന്നത്. ഒരാൾക്ക് നിങ്ങളോട് അസൂയ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടണമെന്നില്ല. മറിച്ച് നിങ്ങൾ കുടുംബവുമൊത്ത് ഒന്ന് സന്തോഷിക്കുന്ന ഒരു ഫോട്ടോ കണ്ടാൽ മതി നിങ്ങളോടുള്ള അസൂയയ്ക്ക്. തനിക്ക് ലഭിക്കാത്തത് മറ്റാർക്കും ലഭിക്കരുത് എന്ന ചിന്താഗതിയാണ് ഇത്തരം ആളുകൾക്ക്. ഈ അസൂയക്കാർ നിങ്ങളെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ല. നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ തെറ്റുകൾ പോലും അവർ മനസ്സിൽ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുന്നവർക്കും നേടുന്നവർക്കും മാത്രമേ ചുറ്റിനും അസൂയാലുക്കൾ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാനും വയ്യ. നേടാൻ ശ്രമിക്കുന്നവർക്ക് മനസ്സമാധാനം കൊടുക്കുകയുമില്ല. ഒരു അസൂയക്കാരൻ ഒരിക്കലും നിങ്ങളോട് പിണങ്ങില്ല, വഴക്കിടില്ല. പകരം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും മറ്റുള്ളവരുടെ നല്ല ജീവിതം കാണുന്നത് ചില ആളുകൾക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്. മറ്റുള്ളവരുടെ മുന്നിൽ അസൂയ തോന്നിപ്പിക്കുന്ന വിധം ജീവിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അസൂയക്കാരോട് പ്രതികരിക്കാൻ നിൽക്കുന്നത് തെറ്റാണ്. കാരണം അവരുടെ അസൂയ നിറഞ്ഞ പെരുമാറ്റം ആയിരിക്കും നിങ്ങളുടെ തളർച്ചയിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെ ശക്തി. സ്വന്തം ജീവിതം എത്ര പ്രതിസന്ധികൾ നിറഞ്ഞതാണെങ്കിലും ശരി, മറ്റുള്ളവരെ അനുകരിക്കാനും തോൽപ്പിക്കാനും ശ്രമിക്കുന്നതാണ് അസൂയക്കാരുടെ രീതി. നിങ്ങളുടെ മുന്നിൽ എപ്പോഴും അവർ ഉയർന്നേ നിൽക്കുകയുള്ളൂ, അവരുടെ പ്രവൃത്തിയിലും സംസാരത്തിലും. അസൂയക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടിയും അവരുടെ മുന്നിൽ സൈലൻ്റായി വിജയിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവരെ നന്നാക്കാൻ ശ്രമിക്കരുത്. കാരണം അവരുടെ സാഹചര്യങ്ങളും ജീവിതവും ആയിരിക്കും അവരെ അങ്ങനെയാക്കിയത്. അവരാണ് സ്വയം മനസ്സിലാക്കേണ്ടതും നന്നാകേണ്ടതും. ആവശ്യമില്ലാതെയുള്ള കുറ്റപ്പെടുത്തലും അസൂയയുള്ളവരുടെ വാക്കുകളും കേട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യത്തെ കളയരുത്. അസൂയക്കാരെ മനസ്സിലാക്കി സഹകരിച്ച് സാഹചര്യത്തിന് അനുസരിച്ച് ശരിയും തെറ്റും സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ പഠിക്കണം. എങ്കിലേ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയൂ. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.